അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലോ, ഇത് നമ്മുടെ എന്താ പറയുന്നത് ഫ്ലക്സ് സീഡ്സ്, അതായത് നമ്മുടെ മുതിരയില്ലേ, ആ മുതിര വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന റെസിപ്പിയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് വേറെ സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ മറ്റേ കമൻറ്റ് ചെയ്യുന്നവർക്കൊരു സമ്മാനം നമ്മൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സമ്മാനം എന്ന് പറയുന്നത്. അതായത് ഒരു ഡിന്നർ സെറ്റ് ആണ് നമ്മൾ സ്റ്റീലിന്റെ നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റീലിന്റെ ഒരു ഡിന്നർ സെറ്റ് ആണ്. 24 പീസ് ഇതിന്റെ അകത്തുണ്ട്. സംഭവം ഇതിന്റെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനവും ഉണ്ട്. എന്താ വെച്ചാൽ നമുക്ക് കഴിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സ്പൂൺ ഉണ്ട്, പ്ലേറ്റ് ഉണ്ട്, കുത്തി തിന്നുന്ന സാധനങ്ങളുണ്ട്. തിന്നുന്ന സാധനമുണ്ട്. ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ 2400 രൂപ വിലയുള്ള സാധനമാണ് നമ്മൾ ഇത്. അപ്പോൾ അത് അടിപൊളി സംഭവമാണ്. അതായത് 4 പ്ലേറ്റ്, ഗ്ലാസ്, പിന്നെ നമുക്ക് കഴിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ കൂടെ കമൻറ്റ് ചെയ്തോളൂ. ഈ വീഡിയോ ആണ് നമ്മുടെ ഈ സമ്മാനത്തിൻ്റെ ഫൈനൽ വീഡിയോ എന്ന് പറയുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ നറുക്കെടുത്തിട്ടാണ് നമ്മൾ ഏതാണോ ഭാഗ്യശാലി, ആ ഭാഗ്യശാലിക്ക് നമ്മൾ ഈ പ്രൈസ് നമ്മൾ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നത്. അപ്പം ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ചീനച്ചട്ടിയും കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം നമുക്ക് ആദ്യം ഒന്ന് വാർത്തെടുക്കുക. അതാണ് മുതിരയുടെ പോലത്തെ തന്നെ ഒരു സീഡാണ്. സീഡായി. ഇത് കഴുകാൻ പറ്റത്തില്ല. ഇത് കഴുകി കഴിഞ്ഞാൽ ഇതിന്റെ പുറത്തൊരു നമ്മുടെ ഇതില്ലേ കസ്കസൊക്കെ നമ്മൾ വെള്ളത്തിൽ ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്താ പറയുന്നത് ഒരു വഴുവഴുപ്പ് ആ ഒരു സുനയുണ്ട്. അതുകൊണ്ട് നമ്മളിത് കഴുകണ്ട. നമ്മളുണ്ടല്ലോ ഇതില് പാക്കറ്റിലാണ് കിട്ടുന്നെങ്കിലും നമുക്കിത് അഴുക്കുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളൊരു കോട്ടൺ തുണി വെച്ച് തുടച്ചെടുത്താൽ മാത്രം മതി. വെള്ളം പറ്റി കഴിഞ്ഞാൽ പിന്നെ അതൊരു ശരിയാകത്തില്ല. അപ്പോൾ അതെ നമ്മളെ ചട്ടി ചൂടായിട്ടുണ്ട് നല്ലപോലെ. അപ്പോൾ നമുക്കിത് ആദ്യം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സീഡും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് ഇപ്പം നമ്മുടെ ഉണ്ടല്ലോ എന്താ പറയുന്നത്, എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അല്ലെങ്കിൽ ഇപ്പോൾ പലചരക്കടയിലും എല്ലാവരും കിട്ടുന്ന ഒരു സാധനം. നമ്മളിത് പലചരക്കടയിൽ മേടിച്ചത്, സൂപ്പർ മാർക്കറ്റ് തന്നെയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും കിട്ടിയ സാധനമൊക്കെ. അപ്പോൾ ഇതൊന്ന് മേടിച്ചിട്ട് ഒന്ന് ചെയ്ത് കൊണ്ട് നോക്കുക. അപ്പോൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ സമ്മാനം തരണം അവിടെ ഇരിപ്പുണ്ട്, ഏതോ ഒരു ഭാഗ്യശാലിക്ക് വേണ്ടി കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പൊട്ടണം. അതെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സംഭവം ഉണ്ടല്ലോ, അത് പൊട്ടി നല്ല ചടപടാന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് സാധനം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കോരി ഉണ്ടല്ലോ ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം. ഒന്ന് തണുത്ത് കിട്ടണം. അപ്പോൾ നമുക്കത് പ്ലേറ്റ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്കിത് കോരി മാറ്റാം. ഇത് ഈ നമ്മൾ ഒറ്റ കേൾക്കുമ്പോൾ മാറ്റിയാൽ മതി. അതാണ് അത് തന്നെ. അപ്പോൾ ഇതുണ്ടല്ലോ ഒരു കാരണവശാലും ഇതിനകത്ത് വെള്ളത്തിന് ഡ്രോപ്പ് വരില്ല കേട്ടോ. വെള്ളത്തിന് ഡ്രോപ്പ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പണി അതിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെ മാറ്റും. എൻ്റെ മുഖത്ത് തെറിച്ചിട്ട് അതന്നെ പൊട്ടി തെറിച്ചത് എല്ലായിടത്തും തെറിക്കുന്നുണ്ട്. അതന്നെ, അതുകൊണ്ടായിരിക്കും മുതിരയ്ക്ക് കൊടുക്കുന്ന സാധനം നല്ല ആരോഗ്യമുള്ളൊരു നമുക്ക് ഔഷധം ഏറ്റവും കൂടുതലുള്ള ഒരു സാധനമാണ് ഇത്. നമുക്കിത് തണുക്കാനായിട്ട് നമുക്കിത് ഇവിടെ ഇട്ട് വെക്കാം. ഇനി നമുക്ക് ഇതിന്റെ കൂടെ കുറച്ച് സാധനമുണ്ട്, വിട്ടുപോയി, ഉണക്കമുളക്. അപ്പൊ അതൊന്ന് ഇത് എണ്ണയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. എണ്ണ ചേർക്കാതെ തന്നെ നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത്. അപ്പൊ അതിന്റെ കൂട്ടത്തില് നമുക്ക് വേറൊരു സാധനം കൂടി ഇട്ട് കൊടുക്കാം, നമ്മുടെ കടലപ്പരിപ്പ്. അത് ഇട്ടു. അപ്പൊ ഇതും കൂടെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പൊ മൂക്കുന്നവരെ നമ്മളൊന്ന്. അപ്പൊ നമ്മുടെ കടലപ്പരിപ്പും നമ്മുടെ മുളകും ഒക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പൊ ഇത് കൂടെ ഇട്ട് കഴിഞ്ഞാൽ കരിക്ക് പോകും. നമുക്കൊന്ന് കോരി മാറ്റാം. ഇനി ഇത് ഇരുന്ന് തണുക്കണം, എന്നിട്ട് വേണം അടുത്ത പരിപാടി ചെയ്യാനായിട്ട്. ഇതെല്ലാം റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇതിന് തണുക്കണം. ഇനി ഇതിൻ്റെ അകത്ത് വരുന്ന മറ്റൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ എള്ളാണ്. ഇത് വെളുത്ത എള്ളാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതെ, നമ്മൾ സാധാരണ കറുത്ത എള്ളാണല്ലോ നമ്മൾ മറ്റേ പായസത്തിനോ ഇതിപ്പോൾ നല്ല വെള്ള നിറത്തിലുള്ള സാധനം. അപ്പോൾ ഇതും കൂടെ നമുക്ക് ചടപടയെന്ന് ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഇത് പൊട്ടുന്ന സാധനമാണ്, പെട്ടെന്ന് മൂത്ത് കിട്ടും. അപ്പൊ നമ്മുടെ കടുകല്ല നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. ചാടിച്ചാൽ നമ്മുടെ ചട്ടിയുണ്ടല്ലോ നല്ല ചൂടാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം ഇത്.
അപ്പൊ നമ്മുടെ എള്ള് നല്ല കടുക് പൊട്ടൊന്നുമല്ല. അതുപോലെ തന്നെ കൂട്ടും. അപ്പൊ അപ്പൊ നമ്മള് ഇത് അങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി ഒരു സ്വല്പം കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു 2 കറിവേപ്പില. അത് കണ്ടിട്ട് നമുക്ക് നല്ല ചറപറാന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ. ഇത് നമ്മൾ എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടേ ഇല്ലേ. എണ്ണ ഇങ്ങനത്തെ സാധനമൊന്നും ഇല്ലതില്ല. അപ്പൊ അതുകൊണ്ടുണ്ടല്ലോ നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് ഈ സാധനം എടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഈ കറിവേപ്പിലയുടെ കൂടെ തന്നെ നമുക്ക് ഒരു കപ്പ്, ഒരു അരക്കപ്പ്, അരക്കപ്പോ 1 കപ്പ് എത്ര വേണം എടുക്കാം? ഒരു ചെറിയൊരു മുറിയുടെ 1/2 പീസാണ് നമ്മൾ തിരുമ്മി എടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു തേങ്ങയും ഒരു ഇച്ചിരി പുളി, നമ്മുടെ വാളംപുളി ഇല്ലേ, ഏകദേശം നമ്മളെ ഒരു നെല്ലിക്ക എടുത്തിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചറപറന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒത്തിരി റോസ്റ്റ് ആക്കണ്ട, ജസ്റ്റ് ഒന്ന് തേങ്ങയിലെ ആ വെള്ളമായി ഒന്ന് മാറുന്ന വരെ ചെറുതായിട്ടൊന്ന് ഇതാക്കിയിട്ട് മതി. അല്ല ഒത്തിരി അങ്ങ് റോസ്റ്റ് ആക്കണ്ട. തേങ്ങ വറക്കുമ്പോൾ എന്ത് പറയുന്നു, സാധാരണ ബ്രൗൺ അതൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു തരി നമ്മൾ എണ്ണ ഇല്ലാതെ ചേർത്തിട്ടില്ല. അത് നമ്മൾ തേങ്ങ ഉപയോഗിക്കുന്നുണ്ട്. തേങ്ങയിൽ വരുന്ന ആ ഒരു നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിലില്ലേ, ആ ഒരു ഇത് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്, എണ്ണയുടെ ഇത് തന്നെ. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ സീഡ്സ് അതെല്ലാം തന്നെ അതിനകത്തൊക്കെ എണ്ണയുള്ളതാണ്. അതെ, ഈ സാധനം ഉണ്ടല്ലോ ഭയങ്കര ആരോഗ്യമാണ്. അപ്പൊ നമുക്കിനി ഇപ്പൊ തേങ്ങയുടെ ഒരു ചെറിയ മണം വരുന്നുണ്ട്. ആ ചെറിയ ഇങ്ങനെ വറുത്ത് വരും, മൂക്കുമ്പോൾ ചെറിയ മണം വരുന്നില്ല, ആ ഒരു ഇത് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്തേക്കാം. എന്നിട്ട് ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോഴേ ആ കമന്റിന്റെ കാര്യം മറക്കരുത്, കാരണം അതെ. അപ്പൊ നമ്മുടെ പ്രൈസ് ഉണ്ടല്ലോ, അത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് നമ്മള് എന്താ പറയുക, നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു ആദ്യത്തെ സമ്മാനം. അതായത് ഇതിന്റെ പേരെന്താ വെച്ച് കഴിഞ്ഞാല് ആ ഒരു പ്രോഡക്റ്റിന്റെ സാധനമാണ്. ഡിന്നർ സെറ്റ് ആണ്. അപ്പൊ 24 പീസ് ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഇത് 4 പ്ലേറ്റ്, നല്ല കട്ടിയുള്ള പ്ലേറ്റുകളാണ്. അസാധ്യ വെയിറ്റ് ആണ്. അതായത് നമ്മള് 4 ഗ്ലാസ് ഉണ്ട്, സ്പൂൺ ഉണ്ട് 4 ഗ്ലാസ്, പിന്നെ ചെറിയ വാട്ടികള്, ഫോർക്ക്, കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട്. നമുക്ക് ഒരു കുടുംബത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനം എല്ലാതുണ്ട്. നമ്മുടെ 2400 രൂപയ്ക്ക് ഇതൊരു വർത്താണ് ഈ സംഭവം. അപ്പം ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്തോളൂ. അടുത്ത വീഡിയോയ്ക്ക് മുമ്പ് ഈ സാധനം നിങ്ങളുടെ പടിവാതിക്കലെത്തും. അപ്പം എന്നാ പറയുന്നത്, അങ്ങോട്ട് മാറ്റി കമൻറ്റ് ചെയ്തോണം കേട്ടോ. ഈ വീഡിയോ കൂടെ കമൻറ്റ് ചെയ്തോ. ഈ വീഡിയോയുടെ കമൻറ്റ് കൂടാണ് നമ്മൾ നറുക്കെടുക്കാനായിട്ട് എടുക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ആ നറുക്കെടുക്കുന്ന സംഭവം എല്ലാം കാണിക്കും. അപ്പോൾ അതിൽ കിട്ടുന്ന ആ ഭാഗ്യവാനോ ആരെങ്കിലും ആയിക്കോട്ടെ, അവർക്ക് നമ്മൾ ഈ സാധനം വിത്തിൻ ഡേയ്സിനകം വീട്ടിലെത്തും. അപ്പോൾ അതെ, നമ്മുടെ പരിപാടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തേങ്ങയൊക്കെ അടിപൊളിയായിട്ട് സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തണുക്കണം. തണുത്തിട്ട് വേണം നമുക്ക് ബാക്കി നമ്മുടെ കലാപരിപാടിയിലോട്ട് കടക്കാനായിട്ട്. അപ്പോൾ നമ്മളുള്ള വറുത്തെടുത്ത എല്ലാ സംഭവം നമ്മുടെ തണുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറ് എടുത്ത് എന്താ പറയുക റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ നമുക്ക് ഈ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. ചറപറയെന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതെന്നറിയോ, ഈ സീഡ്സ് എല്ലാം കൂടെ ചാടി പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ചൂടുണ്ടെന്നും കേട്ടോ, ഇതിന് ചാട്ട ഇച്ചിരി കൂടുതലാണ്. ഇപ്പൊ നമ്മൾ തണുത്തെടുത്തതാ. അപ്പൊ നമ്മളിപ്പോ ഉണ്ടല്ലോ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാതിരിക്കുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ എന്താ പറയുക, വയനാട്ടില് കുറച്ച് എന്താ അറിയാവുന്ന കാര്യമല്ല. അപ്പൊ അത് നമ്മൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പറ്റില്ല, അവരുടെ കാര്യം കൂടെ നമ്മൾ അറിയണമല്ലോ. നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് അപ്പോൾ നമ്മൾ തണുത്ത സാധനം എല്ലാം എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഉപ്പ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടെ ആവശ്യത്തിന് ഇട്ടിട്ട് ഇനി നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ആരെങ്കിലും വയനാട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. കാര്യം വെച്ചാൽ നമ്മൾ അതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സേഫ് ആണല്ലോ എന്നൊക്കെ അറിയാനും വേണ്ടിയാണ്. പിന്നെ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ട് നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ. പിന്നെ എന്താ നമ്മൾ കമൻറ്റിൽ പ്രൈസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വീഡിയോ എടുക്കാതിരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അത് കാണുമ്പോഴത്തേക്ക്
ഇവർ പറഞ്ഞിട്ട് ശരിയാകത്തില്ലല്ലോ എന്ന് വെച്ച് പിന്നെ അതൊന്ന് കാണിക്കാൻ കൂടെ വേണ്ടിയാണ് നമ്മളിപ്പോൾ പെട്ടെന്ന് തന്നെ സാധനം എല്ലാം റെഡിയാക്കി എടുത്തത്. അപ്പോൾ അതൊന്ന് എന്താ പറയുന്നത്, അത് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു കാര്യം നമ്മുടെ കൂടെ ഒക്കെ ഉള്ള ആൾക്കാരല്ലേ അവരൊക്കെ. പോട്ടെ, ഇനിയിപ്പോൾ നമുക്ക് അപ്പം നമ്മളത് നമ്മുടെ തണുത്ത സാധനങ്ങളെല്ലാം പൊടിച്ച് റെഡിയാക്കി സെറ്റപ്പ് ആക്കി. അപ്പം ഇതിൻ്റെ ഉണ്ടല്ലോ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത് പ്രതീക്ഷിക്കാത്തൊരു ടേസ്റ്റാണ് സാധനം. അടിപൊളി ടേസ്റ്റിന് ഉപരി ഇതുണ്ടല്ലോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം. കാര്യം നമ്മൾ ഒരു തരി പോലും നമ്മൾ എണ്ണ യൂസ് ചെയ്തിട്ടില്ല. ആകെ ഒരു എണ്ണമയം ഉണ്ടെന്ന് പറയുന്നത് നമ്മുടെ തേങ്ങയുടെ ഒരു എണ്ണമയം. അപ്പം നമ്മൾ ആ ഇത് അരച്ചെടുത്ത് കഴിയുമ്പോഴത്തേന് ആ ഒരു തേങ്ങയുടെ ഒരു എണ്ണമയം വരത്തില്ല, അത് മാത്രമേ ഉള്ളൂ. അപ്പം ഇത് എന്താ പറയുക മുതിര എന്ന് പറയുന്ന സാധനം വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമ്മളിപ്പോ ഫ്ലക്സ് സീഡാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മുതിര വെച്ചിട്ട് ചെയ്യാം. അതന്നെ മുതിരയുടെ തന്നെ ഒരു വകഭേദമാണ് ഈ ഇംഗ്ലീഷ് പേരുകാരനായ ഫ്ലക്സ് സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് പറ്റി പ്രത്യേക കാര്യമൊന്നുമില്ല, ഏകദേശം എല്ലാത്തിൻ്റെ ടേസ്റ്റൊക്കെ ഒരുപോലൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ സംഭവം തയ്യാറാക്കി നോക്കിയോ, അടിപൊളിയാണ്. പിന്നെ നമുക്ക് ഹെൽത്തിയാണ്, ഒരു തരം എണ്ണയില്ല. അതൊക്കെയാണ് ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ചോറിന്റെ കൂടെ ഒക്കെ നല്ലതായിട്ട് കുഴച്ച് അടിച്ച് ഇത് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിമിഷം കൊണ്ട് പെട്ടെന്ന് കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് തീരുന്നു ഇവിടെ കുഞ്ഞ്. അപ്പം എന്താ പറയുന്നത്, അപ്പം ഇത് തയ്യാറാക്കി നോക്കുക. അപ്പം ഇതിൻ്റെ അഭിപ്രായവും നിർദ്ദേശവും എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റിന് വേണ്ടി ഒരു സാധനം നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഡിന്നർ സെറ്റ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടി കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താ പറയുന്നത്, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടുതലൊന്നും പറയാനൊന്നുമില്ല, അതെ അത് കൂടെ ഓൺ ചെയ്ത് വെച്ചോണേ. പിന്നെ നമുക്ക് അടുത്തൊരു വെറൈറ്റി ഡിഷുമായിട്ട് നമുക്ക് എത്ര പെട്ടെന്ന് കാണാം. ഭാഗ്യശാലി ആരാണെന്ന് കൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് കഴിഞ്ഞ് പിന്നെന്താ ഉള്ള ഫോർമാലിറ്റി ആ സമയത്ത് നമുക്ക് പറയാം. അപ്പം ഇന്നത്തേക്ക് തൽക്കാലം ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.